അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. മസാലപ്പൊടിയൊന്നും കടയിൽ നിന്ന് മേടിക്കാതെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു കുക്കറാണ് അടുപ്പിൽ വെച്ചേക്കുന്നത്. ഇത് ചൂടായ ശേഷം ഒന്ന് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ 3 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി നമ്മൾ യൂസ് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടാൻ സഹായിക്കും കേട്ടോ ചിക്കൻ കറിക്ക്. പിന്നെ വേണ്ടത് നമുക്ക് 3 തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി. പച്ചമുളക് 7 വേണം കേട്ടോ. ഈ ഇഞ്ചി നമുക്ക് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3 കൂടി ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് സവാളയൊക്കെ വാടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതിലേക്ക് 3 തക്കാളി കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 4 സ്പൂൺ മല്ലിപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2.5 സ്പൂൺ ഗരം മസാല, ഗരം മസാലയില്ലേ അത് പൊടിച്ചത്, വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി കൂടി ഇടാൻ മറക്കരുതേ. എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കാൻ. 4 വിസിൽ കേട്ടതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഒരു അടിപൊളി ചിക്കൻ കറി റെഡി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ബൈ.